എല്ലാവർക്കും വിങ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ +2 എക്കണോമിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു പാർട്ട് 1 ആയിട്ടുള്ള വീഡിയോ ആണ്. അതായത് നമ്മുടെ ചാപ്റ്ററിന്റെ സെക്കൻഡ് ചാപ്റ്ററിന്റെ ഒരു പകുതി ഭാഗം ആണ് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ പകുതി ഭാഗത്തെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ മെയിൻ ആയിട്ട് 5 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞു അല്ലെ, പകുതി ഭാഗം അത്രയും കൺസ്യൂമർ ഇക്വിലിബ്രിയം വരെയൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ക്ലാസ് എടുത്തു കഴിഞ്ഞു അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, പേനയും പേപ്പറൊക്കെ എടുത്തു വെച്ചിട്ട് ഇതൊക്കെ എഴുതി എടുക്കുക കേട്ടാ. അപ്പോ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം, അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയണേ. ആ 5 ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാന്ന് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ യൂട്ടിലിറ്റി ആൻഡ് മെഷേഴ്സ് ഓഫ് യൂട്ടിലിറ്റി അല്ലെ. യൂട്ടിലിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്, യൂട്ടിലിറ്റിയുടെ മെഷേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ഇൻഡിഫറൻസ് കർവ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. എന്താണ് ഇൻഡിഫറൻസ് കർവ്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ ബഡ്ജറ്റ് ലൈൻ ആൻഡ് ഇറ്റ്സ് ഇക്വേഷൻ. ബഡ്ജറ്റ് ലൈൻ എന്താണെന്ന് എഴുതുക, അതിന്റെ ഇക്വേഷൻ എന്താണെന്ന് എഴുതുക. അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചെറിയ പ്രോബ്ലം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് എന്താണ് ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, അതിന് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നാലാമത്തെ ക്വസ്റ്റ്യനിൽ പഠിക്കാൻ പോകുന്നത്. ഇനി അഞ്ചാമത്തെ ആണ് എന്ത്, എക്സ്പ്ലെയിൻ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ആൻഡ് ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മുടെ essay ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കൊടുത്തേക്കുന്ന അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, നമ്മുടെ മെയിൻ ആയിട്ട് എല്ലാ എക്സാമിനും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു essay ക്വസ്റ്റ്യൻ ആണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന്റെ അത് മാത്രമായിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, അതെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു വീഡിയോയിൽ ഈ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചെക്ക് ചെയ്യുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ആ വീഡിയോ കൂടി ഒന്ന് കാണുക. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഡിഫൈൻ യൂട്ടിലിറ്റി ആൻഡ് മെഷേഴ്സ് ഓഫ് യൂട്ടിലിറ്റി. ഓക്കെ, എന്താണ് യൂട്ടിലിറ്റി, അതായത് എന്താണ് ഉപയുക്തത എന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ക്വസ്റ്റ്യനിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് യൂട്ടിലിറ്റി എന്നൊന്ന് വായിച്ചേ നിങ്ങൾ. യൂട്ടിലിറ്റി മീൻസ് എബിലിറ്റി ഓഫ് എ കമ്മോഡിറ്റി ഓർ സർവീസ് ടു സാറ്റിസ്ഫൈ കൺസ്യൂമർ വാണ്ട്സ് അല്ലെ. കൺസ്യൂമർ വാണ്ട്സിനെ ആരാണ് ഈ കൺസ്യൂമർ എന്ന് പറയുന്നത്, നമ്മളാണ് അല്ലെ, ഉപഭോക്താക്കൾ അല്ലെ, സാധനം വാങ്ങുന്ന ആളുകൾ അല്ലെ, അതിനെയാണ് കൺസ്യൂമർ എന്ന് പറയുന്നത്. കൺസ്യൂമർ വാണ്ട്സിന്, അതായത് ഉപഭോക്താക്കളുടെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള, തൃപ്തിപ്പെടുത്താനുള്ള സാധനങ്ങളുടെ കമ്മോഡിറ്റി ഓർ സർവീസ്, അതിന്റെയൊക്കെ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയാ, യൂട്ടിലിറ്റി അഥവാ ഉപയുക്തത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് യൂട്ടിലിറ്റി, ഒരു സാധനത്തിന്റെയോ ഒരു സേവനത്തിന്റെയോ കഴിവാണ്. എന്തിനുള്ള കഴിവ്, അതായത് കൺസ്യൂമർ വാണ്ട്സിന്, ഉപഭോക്താക്കളുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള, സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു സാധനത്തിന്റെയോ സേവനത്തിന്റെയോ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയാ, യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ഐസ്ക്രീം കഴിക്കാന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയാണ്, എനിക്ക് ഈ ഐസ്ക്രീം കഴിച്ചപ്പോൾ ഇത്രയും യൂട്ടിലിറ്റി കിട്ടി, അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അങ്ങനെ നമ്മൾ പറയുന്നതാണ് ഈ യൂട്ടിലിറ്റി അഥവാ ഉപയുക്തത എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ യൂട്ടിലിറ്റി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് മെഷേഴ്സ് ഓഫ് യൂട്ടിലിറ്റി. യൂട്ടിലിറ്റിനെ നമുക്ക് എങ്ങനെയൊക്കെ മെഷർ ചെയ്യാനായിട്ട് പറ്റും. 2 തരത്തിലാണ് നമ്മൾ യൂട്ടിലിറ്റിനെ മെഷർ ചെയ്യുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും അല്ലെ. ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും. എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി, വായിച്ചേ. ഇറ്റ് റെഫേഴ്സ് ടു ദ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ഒബ്റ്റെയിൻഡ് ഫ്രം ദ കൺസംപ്ഷൻ ഓഫ് ഓൾ പോസിബിൾ ബണ്ടിൽസ് യൂണിറ്റ്സ് ഓഫ് എ പർട്ടിക്കുലർ കമ്മോഡിറ്റി. അതായത് ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ എല്ലാ യൂണിറ്റ്സും, അതായത് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റിന്ന് യൂണിറ്റുകളിൽ നിന്നെല്ലാം നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ആണ് എന്ത്, ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ഒബ്റ്റെയിൻഡ് ഫ്രം ദ കൺസംപ്ഷൻ ഓഫ് ഓൾ പോസിബിൾ യൂണിറ്റ്സ് ഓഫ് എ പർട്ടിക്കുലർ കമ്മോഡിറ്റി. ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ എന്താണ് എല്ലാ പോസിബിൾ യൂണിറ്റ്സിൽ നിന്നും നമുക്ക് കിട്ടുന്ന ടോട്ടൽ സാറ്റിസ്ഫാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക, ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. നമ്മൾ ആദ്യം ഒരു മിഠായി കഴിക്കാന്ന് വിചാരിക്കുക, രണ്ടാമത് നമ്മൾ ഒരു മിഠായി കഴിച്ചു. അങ്ങനെ നമ്മുടെ കയ്യിൽ 10 രൂപയുണ്ട്. ഓക്കെ, നമ്മുടെ കയ്യിൽ 10 രൂപയുണ്ട്. ഈ 10 രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്തു, മിഠായി വാങ്ങി കഴിച്ചു അല്ലെ. അപ്പൊ 10 മിഠായി വാങ്ങി കഴിച്ചപ്പോ നമുക്ക് ഉണ്ടായിട്ടുള്ള ടോട്ടൽ യൂട്ടിലിറ്റി, മൊത്തമായിട്ടുണ്ടായിട്ടുള്ള യൂട്ടിലിറ്റി അല്ലെങ്കിൽ മൊത്തമായിട്ടുണ്ടായിട്ടുള്ള സാറ്റിസ്ഫാക്ഷനെയാണ് നമ്മളിവിടെ എന്ത് പറയുന്നത്,
ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ യൂട്ടിലിറ്റി എന്താണ്? നമുക്ക് പോസിബിൾ ആയിട്ടുള്ള, അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്യാൻ, നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കമ്മോഡിറ്റിയുടെ എല്ലാ യൂണിറ്റ്സുകളിൽ നിന്നും എന്താണ്, നമുക്ക് പോസിബിൾ ആയിട്ടുള്ള എല്ലാ യൂണിറ്റ്സുകളിൽ നിന്നുള്ള ടോട്ടൽ മൊത്തമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ അല്ലെ, സംതൃപ്തിനെയാണ് നമ്മൾ എന്ത് പറയാ, ടോട്ടൽ യൂട്ടിലിറ്റി അഥവാ എന്ത്, മൊത്ത ഉപയുക്തത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടോട്ടൽ യൂട്ടിലിറ്റി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് മാർജിനൽ യൂട്ടിലിറ്റി. എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി? മാർജിനൽ എന്ന് പറയുമ്പോൾ, ആ ഒരു വേർഡ് പറയുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മാർജിനൽ എന്ന് പറയുമ്പോൾ എന്തായാലും എന്ത് വരും, അഡീഷണൽ എന്നുള്ള ഒരു വാക്ക് കൂടി വരും. അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ നോക്കാം. ഇറ്റ് ഈസ് the additional utility derived from the consumption of one or more units of a given commodity. അതായത് തന്നിരിക്കുന്ന ഒരു കമ്മോഡിറ്റിയുടെ എന്താണ്, ഒന്നോ അതിലധികമോ, ശ്രദ്ധിക്കുക, one or more, ഒന്നോ അതിലധികമോ യൂണിറ്റ്സ് എന്ത് ചെയ്യുമ്പോൾ, നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന എക്സ്ട്രാ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അഡീഷണൽ സാറ്റിസ്ഫാക്ഷനെയാണ് നമ്മൾ എന്ത് പറയാ, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറയാണ്, ഒരു ഐസ്ക്രീം, ഒരു ചോക്കോബാർ കഴിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒരു 10 യൂട്ടിലിറ്റി കിട്ടി എന്ന് വിചാരിക്കാം. ഒരു ചോക്കോബാർ കഴിച്ചപ്പോ നമുക്ക് 10 യൂട്ടിലിറ്റി കിട്ടി. രണ്ടാമതൊരു ചോക്കോബാർ കൂടി കഴിച്ചപ്പോ എത്ര, നമുക്ക് 5 യൂട്ടിലിറ്റി കിട്ടി. അപ്പോ ഈ 10ന്ന്, അതായത് ഒരു യൂണിറ്റിൽ നിന്ന് 2 യൂണിറ്റ് ആയിട്ട് നമ്മൾ മാറിയപ്പോ 10ൽ നിന്ന് 5 ആയിട്ട് യൂട്ടിലിറ്റി കുറഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ ഉണ്ടായിട്ടുള്ള ചേഞ്ച് എത്രയാണ്, 5 അല്ലെ. അപ്പൊ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ 5 ആയിട്ടാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ ഒന്നോ അതിലധികമോ, ഓക്കെ, 1 or more യൂണിറ്റ്സ് എക്സ്ട്രാ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ, അതായത് എന്താണ്, പുതിയതായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ കൂടുതലായി കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക, മാർജിനൽ യൂട്ടിലിറ്റി അഥവാ സീമാന്ത ഉപയുക്തത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടോട്ടൽ യൂട്ടിലിറ്റി ഉണ്ട്, മാർജിനൽ യൂട്ടിലിറ്റി ഉണ്ട്. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, അഡീഷണൽ യൂണിറ്റുകൾ അല്ലെ, ഒന്നോ അതിലധികമോ, one or more യൂണിറ്റ്സ് ഓഫ് എ പർട്ടിക്കുലർ കമ്മോഡിറ്റി, ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ ഒന്നോ അതിലധികമോ യൂണിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ, നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ ആണ് എന്ത്, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ടോട്ടൽ യൂട്ടിലിറ്റി എന്താണ്, നമുക്ക് പോസിബിൾ ആയിട്ടുള്ള എല്ലാ ബണ്ടിൽസുകളിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ കോമ്പിനേഷൻസിൽ നിന്നും എല്ലാ കമ്മോഡിറ്റീസിൽ നിന്നും നമുക്ക് കിട്ടുന്ന ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ആണ് എന്ത്, ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ എന്ത് പറഞ്ഞു, യൂട്ടിലിറ്റി പറഞ്ഞു, അതുപോലെ തന്നെ എന്താണ് അതിന്റെ മെഷേഴ്സ് പറഞ്ഞു അല്ലെ, ടോട്ടൽ യൂട്ടിലിറ്റിയും പറഞ്ഞു, മാർജിനൽ യൂട്ടിലിറ്റിയും പറഞ്ഞു. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഇൻഡിഫറൻസ് കർവ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. എന്താണ് ഇൻഡിഫറൻസ് കർവ്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഇൻഡിഫറൻസ് കർവ്? ഇൻഡിഫറൻസ് കർവ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ലോക്കസ് പോയിന്റ് ഓഫ് കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് വിച്ച് ഗീവ്സ് ദ കൺസ്യൂമർ the same level of satisfaction. അതായത് കൺസ്യൂമർക്ക് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന, കൺസ്യൂമർക്ക് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആ ഒരു പോയിന്റിന്റെ പേരാണ് എന്ത്, ഈ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡിഫറൻസ് കർവില് ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും നമ്മുടെ കൺസ്യൂമർക്ക് അവിടെ നിന്ന് എന്തായിരിക്കും കിട്ടുക, സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ അല്ലെ, ഒരേ രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് എന്താണ്, കോമ്പിനേഷൻ ഓഫ് അല്ലെ, നമ്മളൊരു ഡയഗ്രാം വരയ്ക്കുമ്പോൾ അതിൽ എന്തുണ്ടാവും, ഗുഡ് 1 ഉണ്ടാവും, ഗുഡ് 2 ഉണ്ടാവും. അതിന്റെ ഒരു കോമ്പിനേഷൻ അല്ലെ, കോമ്പിനേഷൻ ഓഫ് ഗുഡ് 1 ആൻഡ് ഗുഡ് 2 which gives the consumer same level of satisfaction. കൺസ്യൂമർക്ക് എന്ത് തരും, സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, ഒരേ രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ തരും. അങ്ങനെയുള്ള ഒരു കർവിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഇനി അടുത്ത അതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. സ്ലോപ്സ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പൊ നമുക്കൊരു ഇൻഡിഫറൻസ് കർവ് വരച്ചു നോക്കാം. നമ്മൾ ഒരു ഇൻഡിഫറൻസ് കർവ് വരയ്ക്കുന്നത് നോക്കുക, ഇതാണ് നമ്മുടെ ഒരു ഇൻഡിഫറൻസ് കർവ് വരയ്ക്കുന്ന ഒരു എക്സാമ്പിൾ. നോക്കിയേ, ഇത് എവിടെ നിന്ന് എവിടേക്കാ പോണത്, സ്ലോപ്സ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കുള്ള ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആണ് നമ്മുടെ ഇൻഡിഫറൻസ് കർവ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ പറയുന്നത് ഹയർ ഇൻഡിഫറൻസ് കർവ് ഇൻഡിക്കേറ്റ്സ് ഹയർ ലെവൽ ഓഫ് യൂട്ടിലിറ്റി. നമ്മൾ പറഞ്ഞു ഇൻഡിഫറൻസ് കർവിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും കൺസ്യൂമർക്ക് അതിന് എന്ത് കിട്ടും, സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഈ ഇൻഡിഫറൻസ് കർവുകൾ കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും, യൂട്ടിലിറ്റിയും കൂടിക്കൊണ്ടിരിക്കും, യൂട്ടിലിറ്റിയും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ എന്താ പറയണേ, ഹയർ ഹയർ ഇൻഡിഫറൻസ് കർവ് ഇൻഡിക്കേറ്റ്സ് ഹയർ ലെവൽ ഓഫ് യൂട്ടിലിറ്റി. അതായത് ഹയർ ഇൻഡിഫറൻസ് കർവ്, അതായത് ഉയരത്തിലുള്ള ഏറ്റവും ഉയരത്തിലുള്ള ഇൻഡിഫറൻസ് കർവ് നമുക്ക് എന്ത് തരും, ഏറ്റവും ഹൈ ലെവൽ ആയിട്ടുള്ള യൂട്ടിലിറ്റി ഉപയുക്തത നമുക്ക് തരും. ഓക്കെ, ഇനി ടു ഇൻഡിഫറൻസ് കർവ്സ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. ഒരിക്കലും രണ്ട് ഇൻഡിഫറൻസ് കർവുകൾ എന്ത് ഇല്ല, പരസ്പരം കൂട്ടിമുട്ടില്ല എന്നാ പറയണേ. ഓക്കെ, നമ്മൾ ഇവിടെ വരച്ചു വെച്ചപ്പോൾ നോക്കിയേ,
രണ്ട് ഇൻഡിഫറൻസ് കർവുകൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, പരസ്പരം ഇന്റർസെക്ട് ചെയ്യില്ല, അല്ലെങ്കിൽ പരസ്പരം കൂട്ടിമുട്ടില്ല. അതുപോലെ തന്നെ കോൺവെക്സ് ടു ദ ഒറിജിൻ, അതെന്താണ്, അതിന്റെ ആ ഒരു ഒറിജിൻ പോയിന്റിൽ നിന്ന്, ഓക്കെ, 0 എന്ന് പറയുന്ന ഈ ഒരു ഒറിജിൻ പോയിന്റിൽ നിന്ന് എന്താണ്, കോൺവെക്സ് ഷേപ്പിലാണ്. നമ്മൾ വേറൊരു കർവ് പഠിച്ചിട്ടുണ്ട് കോൺകേവ് ഷേപ്പിൽ. എന്താണ് ആ കർവിന്റെ പേര്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെ, PPC ആണ് നമ്മൾ എന്ത് പഠിച്ചിട്ടുള്ളത്, കോൺകേവ് ടു ദ ഒറിജിൻ എന്ന് പറയുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്, നമ്മുടെ ഇൻഡിഫറൻസ് കർവ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞു, അതിന്റെ ഫീച്ചേഴ്സും നമ്മൾ പറഞ്ഞു. ഓക്കെ, അടുത്തതാണ് ഡിഫൈൻ ബഡ്ജറ്റ് ലൈൻ ആൻഡ് ഇറ്റ്സ് ഇക്വേഷൻ. എന്താണ് ബഡ്ജറ്റ് ലൈൻ, അതിന്റെ ഇക്വേഷൻ എന്താണ്? അതൊരു ചെറിയൊരു ക്വസ്റ്റ്യനും നമ്മൾ തന്നിട്ടുണ്ട്. അപ്പോ ആദ്യം വായിക്കുക. ബഡ്ജറ്റ് ലൈൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ ലോക്കസ് ഓഫ് പോയിന്റ്സ് ഓഫ് കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് വിച്ച് കോസ്റ്റ് എക്സാക്ട്ലി ഈക്വൽ ടു കൺസ്യൂമേഴ്സ് ഇൻകം. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്? ലോക്കസ് പോയിന്റ് ഓഫ് കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് അല്ലെ, അതായത് രണ്ട് ഗുഡ്സിന്റെ ഒരു കോമ്പിനേഷൻ ആണ്, ലോക്കസ് പോയിന്റ് ആണ്. അതിന്റെ എന്താണ് പ്രത്യേകത, എന്താണ്? വിച്ച് കോസ്റ്റ് എക്സാക്ട്ലി ഈക്വൽ ടു കൺസ്യൂമേഴ്സ് ഇൻകം. കൺസ്യൂമറിന്റെ ഇൻകത്തിന് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ കൺസ്യൂമറിന്റെ ബഡ്ജറ്റിന് ഈക്വൽ ആയിരിക്കും എന്ത്, എപ്പോഴും നമ്മുടെ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, കൺസ്യൂമറിന്റെ ഇൻകം അല്ലെങ്കിൽ കൺസ്യൂമറിന്റെ ബഡ്ജറ്റിന് ഈക്വൽ ആയിരിക്കും. നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടാകുന്ന പൈസ അല്ലെ, അതിനുവേണ്ടി ചെലവഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുണ്ടാകുന്ന പൈസേനെയാണ് നമ്മൾ ഇവിടെ എന്ത് പറയുന്നത്, ബഡ്ജറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ അതിന് എപ്പോഴും ഈക്വൽ ആയിരിക്കും എന്ത്, നമ്മുടെ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ബഡ്ജറ്റ് ലൈനുള്ള ഏതൊരു പോയിന്റിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങിയാലും അത് നമ്മുടെ എന്തിന്, ബഡ്ജറ്റിന് ഈക്വൽ ആയിരിക്കും. നമ്മുടെ ബഡ്ജറ്റ് മുഴുവനും അവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എന്താണ് ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ? എല്ലാവരും ഒന്ന് ഓർത്ത് നോക്കി, എന്താണ് ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ? എന്താണ് ഇക്വേഷൻ? നമുക്ക് നോക്കാം. P1 x1 plus P2 x2 is equal to എന്ന് പറയുന്നതാണ് എന്ത്, നമ്മുടെ ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ. എന്താണ്? P1 x1 plus P2 x2 എന്നതാണ് ഈക്വൽ ടു m എന്ന് പറയുന്നതാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ. ഓക്കെ, ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്താണ്? P1 x1 plus P2 x2 is equal to m. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ചെറിയ ബഡ്ജറ്റ് ലൈൻ വരച്ചു നോക്കാം. അതായത് ഇവിടെ എന്തായിരിക്കും, നമ്മുടെ ഗുഡ് 1ഉം ഇവിടെ ഗുഡ് 2 ആയിരിക്കും. ഇതെന്തായിരിക്കും, നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ആയിരിക്കും. ഈ ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ് എന്ത്, P1 x1 plus P2 x2 is equal to m എന്ന് പറയുന്നത്. P1 x1 plus P2 x2 is equal to m എന്ന് പറയുന്നതാണ് എന്ത്, നമ്മുടെ ഇവിടുത്തെ ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് ചെറിയൊരു പ്രോബ്ലം നോക്കാം. എങ്ങനെയാണ് ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ കണക്കാക്കുന്നതിനുള്ള ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് എല്ലാവരും വായിച്ചു നോക്കുക. ദ ഇൻകം ഓഫ് എ കൺസ്യൂമർ ഈസ് 100. അതായത് ഒരു കൺസ്യൂമറിന്റെ കയ്യിലുള്ള പൈസ അല്ലെങ്കിൽ അയാളുടെ ഇൻകം എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 100 രൂപയാണ്. പ്രൈസ് ഓഫ് ഗുഡ് 1 ഈസ് 50. അതായത് ഗുഡ് 1ന്റെ രണ്ട് സാധനങ്ങളാണ് വാങ്ങാൻ പോകുന്നത്. ഒന്നാമത്തെ സാധനത്തിന്റെ വില എന്ന് പറയുന്നത് 50 രൂപയാണ്. പ്രൈസ് ഓഫ് ഗുഡ് 2 ഈസ് 25. അതായത് രണ്ടാമത് വാങ്ങാൻ പോകുമ്പോൾ സാധനത്തിന്റെ പൈസ എത്രയാണ്? 25 രൂപയാണ്. ഓക്കെ, എന്നിട്ട് എന്താ പറഞ്ഞേക്കണേ? ഫോർമുലേറ്റ് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യാനാ പറഞ്ഞേക്കണേ. എന്താണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ളതെന്ന് നോക്കുക. ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് ആദ്യം നോക്കുക. നമുക്ക് P1 തന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? P1 തന്നിട്ടുണ്ട്. എത്രയാണ് P1 എന്ന് പറയുന്നത്? എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? അതായത് P1 എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രൈസ് ഓഫ് ഗുഡ് 1. അതായത് നമ്മൾ ആദ്യമായിട്ട് വാങ്ങാൻ പോകുന്ന ഗുഡിന്റെ പ്രൈസ് ആണ് എന്ത്, P1 എന്ന് പറയുന്നത്. ഇവിടെ P1 എന്ന് പറയുന്നത് എത്രയാണ്? 50 ആണ് എന്ത്, P1 എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? P2 ആണ്. അതായത് ഗുഡ് 2ന്റെ പ്രൈസ്. ഓക്കെ, ഗുഡ് 2ന്റെ പ്രൈസ് എത്രയാണ് തന്നിരിക്കുന്നത്? 25. അതുപോലെ തന്നെ m എന്ന് പറയുന്നതാണ് എന്ത്, നമ്മുടെ കൺസ്യൂമറിന്റെ ഇൻകം. കൺസ്യൂമറിന്റെ ഇൻകത്തിന് നമ്മൾ m എന്നുള്ള ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ m is equal to 100. അപ്പൊ ഇത്രയും 3 സാധനങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഓക്കെ, P1 50, P2 25, m 100. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് എങ്ങനെയായിരിക്കും ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യുക? അത് തന്നെ ഇക്വേഷൻ എഴുതാം. P1 x1 plus P2 x2 is equal to m. അപ്പോ എന്തൊക്കെയാ തന്നെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ എടുത്തെഴുതാം. P1 തന്നിരിക്കുന്നത് 50 ആണ്. ഓക്കെ, അപ്പോ 50 x1 പ്ലസ് P2 എത്രയാണ്? 25 അല്ലെ. 25 x2 is equal to m എത്രയാ തന്നിരിക്കണേ?
100 അല്ലെ 100 തന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് എന്ത് നമ്മുടെ ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? 50x1 പ്ലസ് 25x1 100 എന്ന് പറയുന്നതാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് എന്ത് തന്നിട്ടില്ല? x1 x2 ഒന്നും നമുക്ക് ഇവിടെ തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷനിലുള്ള ഡാറ്റ തന്നെ ഇവിടെ എഴുതുക. ഓക്കെ, എപ്പോഴും ആ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യില്ല, നമുക്കൊരു കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടില്ല. അങ്ങനെയുള്ള ഡാറ്റകളാണ് നിങ്ങൾക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതുപോലൊരു ഇക്വേഷൻ ഫോം ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ? എന്താണ് ലോ ഓഫ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ? ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമ്മൾ ചോദിച്ചേക്കുന്നത് അല്ലെ. അതായത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഷോർട്ട് ഫോമിൽ പറയും അല്ലെ, MRS. അതായത് അതിന്റെ ഡിമിനിഷിംഗ്, അതായത് കുറയുക അല്ലെ. ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ എന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതൊരു ലോ ആയിട്ടാണ്, നിയമമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കുക. As the consumer moves along the indifference curve from left to right, the amount of good one increases and the amount of good two decreases, and the marginal rate of substitution between good one and good two goes on decreasing. This is known as law of diminishing marginal rate of substitution. അതായത് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ എത്രയേ ഉള്ളൂ, ഇൻഡിഫറൻസ് കർവില് നമ്മളിവിടെ ഒരു ഇൻഡിഫറൻസ് കർവ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻഡിഫറൻസ് കർവില് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരും തോറും എന്താണ്, നമ്മൾ ഇൻഡിഫറൻസ് കർവിനെ ലെഫ്റ്റിൽ നിന്ന് മൂവ് ചെയ്യുമ്പോൾ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യും തോറും എന്ത് ചെയ്യും, പ്രൈസ് ഓഫ് ഗുഡ് വൺ അല്ലെ, ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് വൺ അല്ലെ, എമൗണ്ട് ഓഫ് ഗുഡ് വൺ. അതായത് ഇവിടെ നമ്മൾ ഗുഡ് വണ്ണിനെ ഗുഡ് എക്സ് എന്നും ഗുഡ് ടുവിനെ ഗുഡ് വൈ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ എമൗണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും, കൂടിക്കൊണ്ടിരിക്കും അല്ലെ. അതായത് നമ്മൾ ഇൻഡിഫറൻസ് കർവിന്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യും തോറും എന്ത് സംഭവിക്കും, എമൗണ്ട് ഓഫ് ഗുഡ് വൺ അല്ലെ, ഗുഡ് വണ്ണിന്റെ എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഗുഡ് ടുവിന്റെ എമൗണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, എങ്ങനെയാണത് നമുക്കൊന്ന് വരച്ചു നോക്കാം. അതായത് നോക്കുക, നമ്മള് ഇത് ലെഫ്റ്റ് ഭാഗത്തിൽ നിന്ന് റൈറ്റിലേക്ക് ഇങ്ങനെ പോവാന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മുടെ ഇൻഡിഫറൻസ് കർവ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്, സോറി കേട്ടാ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും എന്ത് സംഭവിക്കും, നമ്മുടെ ഗുഡ് വണ്ണിന്റെ ഇവിടെ നിന്ന് ഞാനൊരു ബണ്ടിൽ വരയ്ക്കുകയാണ്. ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ നിന്ന് ഒരു ബണ്ടിൽ വരയ്ക്കുകയാണ്. ഓക്കെ, ഗുഡ് വൈനെയും ഗുഡ് എക്സിനെയും കണക്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ബണ്ടിൽ വരയ്ക്കുകയാണ്. ആ ബണ്ടിലിന് ഞാൻ എന്ത് ചെയ്തു, ഏത് പേര് കൊടുത്തു, എന്ന് പേര് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഗുഡ് എക്സ് അഥവാ നമ്മുടെ ഗുഡ് വണ്ണിന്റെ ക്വാണ്ടിറ്റി കൂടുകയും ഗുഡ് ടുവിന്റെ ക്വാണ്ടിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുക ചെയ്യണത് അല്ലെ. ഗുഡ് ടുവിന്റെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യും, കുറഞ്ഞുകൊണ്ടിരിക്കും, ഗുഡ് ടുവിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ പറയുന്ന ഇത്രേ ഉള്ളൂ, നമ്മള് ഇൻഡിഫറൻസ് കർവിന്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യും തോറും എന്ത് സംഭവിക്കും, മൂവ് ചെയ്യും തോറും എന്ത് സംഭവിക്കും, മൂവ് ചെയ്യും തോറും എന്ത് ചെയ്യും, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇൻഡിഫറൻസ് കർവ് മൂവ് ചെയ്യും തോറും, അതായത് ഗുഡ് വണ്ണിന്റെ പ്രൈസ് അല്ലെ, ഗുഡ് വണ്ണിന്റെ ക്വാണ്ടിറ്റി, ഓക്കെ, ഗുഡ് വണ്ണിന്റെ ക്വാണ്ടിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കൂടിക്കൊണ്ടിരിക്കും. ഗുഡ് വണ്ണിന്റെ അല്ലെങ്കിൽ ഗുഡ് എക്സിന്റെ ക്വാണ്ടിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതിങ്ങനെ പോകും തോറും കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയണേ, ഗുഡ് ടുവിന്റെ അതായത് ഗുഡ് ബൈന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് നമ്മൾ ഇങ്ങനെ താഴോട്ട് വരുമ്പോ ഇവിടെ ബണ്ടിൽസ് നമ്മൾ വരയ്ക്കുമ്പോൾ ഈ ക്വാണ്ടിറ്റി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും, ഈ ക്വാണ്ടിറ്റി എന്ത് ചെയ്യും, കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് എന്ത് പറയുന്നത്, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ ഇൻഡിഫറൻസ് കർവിന്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യും തോറും ഗുഡ് വണ്ണിന്റെ പ്രൈസ് കൂടുകയും ഗുഡ് ടുവിന്റെ പ്രൈസ് കുറയുകയും ചെയ്യും. ഈ രണ്ടും തമ്മിലുള്ള മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഗുഡ് വണ്ണും ഗുഡ് ടുവും തമ്മിലുള്ള മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അഥവാ MRS എന്ത് ചെയ്യും, കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഒരെണ്ണം ഇൻക്രീസ് ചെയ്യും, ബാക്കി രണ്ടും എന്ത് ചെയ്യാണ്, ഡിക്രീസ് ചെയ്യാണ്. അപ്പൊ എന്തായാലും ഈ ഒരു ഡെഫിനിഷനും അതിന്റെ ആ ഒരു ആശയവും നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പോ നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും SC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, എന്താണ് ആ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഓർ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ അല്ലെ. ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ എന്ന് പറയുന്നത് എന്താണ്, കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ആണ്. ഇറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ ബ്രിങ്ങിങ് ടുഗദർ ദ ബഡ്ജറ്റ് ലൈൻ ആൻഡ് ഇൻഡിഫറൻസ് കർവ് അല്ലെ. ഇൻഡിഫറൻസ് കർവും അതുപോലെ തന്നെ ബഡ്ജറ്റ് ലൈനും കൂടെ ഒരുമിച്ച് ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോൺസെപ്റ്റ് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോ നമുക്കറിയാം സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ ചെയ്യുക, ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഇൻഡിഫറൻസ് കർവ് ആയിരിക്കും പ്രിഫർ ചെയ്യുക. എന്തുകൊണ്ടായിരിക്കും, നമ്മൾ ഫീച്ചേഴ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഹയർ ഇൻഡിഫറൻസ് കർവ് ഇൻഡിക്കേറ്റ്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഹയർ ലെവൽ ഓഫ് യൂട്ടിലിറ്റി. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളും എന്ത് ചെയ്യും,
കൂടുതലുള്ള ഇൻഡിഫറൻസ് കർവ് അല്ലെ, ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഇൻഡിഫറൻസ് കർവ് ആയിരിക്കും സെലക്ട് ചെയ്യുക. പക്ഷേ ഏത് ഇൻഡിഫറൻസ് കർവ് അയാൾ സെലക്ട് ചെയ്യണം എന്നുള്ളത് അയാളുടെ ബഡ്ജറ്റുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുക. ഓക്കെ, ബഡ്ജറ്റുമായിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ ബഡ്ജറ്റ് ലൈനും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഇൻഡിഫറൻസ് കർവ്, ഓക്കെ, ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവ് കൂടി ടാൻജന്റ് ആകുന്ന ഒരു പോയിന്റിലാണ് എന്ത് സംഭവിക്കുന്നത്, കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഉണ്ടാവുന്നത്. ഈ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന പോയിന്റിന്റെ പ്രത്യേകത അതാണ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ പോയിന്റ്. അതായത് ഒരു കൺസ്യൂമർക്ക് രണ്ട് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഏറ്റവും മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആ ഒരു പോയിന്റിന്റെ പേരാണ് എന്ത്, കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ കൺസ്യൂമർക്ക് എന്ത് കിട്ടും, മാക്സിമം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലെ, അയാൾക്ക് കിട്ടാവുന്നതിൽ അത്രയും സംതൃപ്തി എന്ത് ചെയ്യുന്നു, ആ ഒരു പോയിന്റിൽ നിന്ന് കിട്ടുന്നു. ആ പോയിന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഗുഡ് 1ന്റെയും ഗുഡ് 2ന്റെയും ഈക്വൽ ക്വാണ്ടിറ്റി ബഡ്ജറ്റിനുള്ളിൽ തന്നെ നമുക്ക് ആ ഒരു പോയിന്റിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും എന്ത് ചെയ്യും, നമ്മുടെ ഹയസ്റ്റ് ഇൻഡിഫറൻസ് കർവ് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു ഇൻഡിഫറൻസ് കർവ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, നമുക്ക് നേടാനായിട്ട് സാധിക്കില്ല. കാരണം അത് എപ്പോഴും നമ്മുടെ ബഡ്ജറ്റ് ലൈന് മുകളിലായിരിക്കും. അപ്പോൾ ബഡ്ജറ്റ് ലൈന് താഴെയും ഒരു ഇൻഡിഫറൻസ് കർവ് ഉണ്ട് അല്ലെ, അത് പ്രിഫർ ചെയ്താൽ എന്താണ്, നമുക്ക് സ്കാർസ് ഓഫ് റിസോഴ്സസ് ആണ്, അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള റിസോഴ്സസ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റി ഓഫ് റിസോഴ്സസ് കൂടുതൽ കുറവായതുകൊണ്ട് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കുറവായിരിക്കും. ഇതാവുമ്പോൾ എന്താണ്, ബഡ്ജറ്റ് ലൈനിൽ തന്നെയാണ് അല്ലെ, അതായത് നമ്മുടെ ബഡ്ജറ്റിന്റെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ ബഡ്ജറ്റ് മൊത്തത്തിൽ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ആ രണ്ട് സാധനങ്ങൾ വാങ്ങുക അല്ലെ. അപ്പോൾ ഗുഡ് 1ന്റെയും ഗുഡ് 2ന്റെയും കോമ്പിനേഷൻ, എങ്ങനെയുള്ള കോമ്പിനേഷൻ, ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും കൂടി ടാൻജന്റ് ആവുന്ന പോയിന്റിലുള്ള ആ ഒരു ബണ്ടിലാണ് എന്ത് കിട്ടുന്നത്, നമ്മുടെ കൺസ്യൂമർക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി അല്ലെങ്കിൽ കുറച്ചുകൂടി എന്താണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വേറെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ലിങ്ക് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന് താഴെയായിട്ട് ഇട്ട് തരാം. അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾ കൃത്യമായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ എന്ത് ചെയ്യുന്നില്ല, ഇത് വലിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കൂടി കാണാം. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും കൃത്യമായിട്ട് എക്സാമിന് പഠിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.